Most holy, hallelujah, holy God, I praise you, Papa. Hudara Sandara Bashandare, Parshita Pidave, Kuda, Gotratele Simbame, Sainigal Dema Ekove, Lord Ekova, Ekova Chara, we praise you, Daddy Kudara Shandara Basandare. Oh, recall by your name, Angadanama Manoharamel, your name is blessed, Daddy. Oh, Ribaraba Sandara, such a loving Father. Holy and terrible is your name. We praise you, Jesus. Alaba Shakaraba. Blessed be your glorious name, which is exalted above blessing and praise, Daddy. Alpha and Omega, praise you. Beginning and the end, praise you, Jesus. Hallelujah. The first and the last. Who says I am the last, I praise you, Jesus. The Lord who is and who was, I praise you. The Lord who says I am who I am, I praise you. The Lord who is to come, I praise you. God is love, the Most High, the one who is exalted above the heavens, I praise you. God is exalted by his power, I praise you. Hallelujah. Rikalaba Sandara Rabashandare, Rico Rabasya Shandare. Oh, Parishita Pidave, Ishikrisaveda Namatalangada Padavarte Kadaju. Thank you, Jesus, for this wonderful supernatural day. Oh, Rikalaba Sandara Bashandare. Oh, Rikalaba, thank you, Jesus, for the hallelujah, Daddy. Halaba Shandara Sandare. Oh, thank you, Jesus, for the Oh Rabasandara Bashandare Biko. Re-angelic visitation. I praise you, Daddy. Udara Shandara Rabe Seko Rabasyandare Biko Babarala Rita Ladu Regashandara. Wonderful Jesus, wonderful Jesus. Papa, you are our deliverer, you are a savior, you are a refuge, you are a shield, you are our fortress, you are a stronghold, a very present help. We praise you, Daddy. അപ്പാദ്യോടുന്ന പരിശുദ്ധാത്മാവ് നിയന്ത്രിക്കണമേ. ഇന്ന് ശുശ്രൂഷ ചെയ്യുന്ന അങ്ങനെ ശ്രേഷ്ഠദാസനെ എളിയവളെ താഴ്ത്തി സമർപ്പിക്കുന്ന കർത്താവേ, ശുശ്രൂഷ ശക്തമായി ചെയ്യുവാൻ കർത്താവേ പരിശുദ്ധാത്മാവ് ഞങ്ങളെ സഹായിക്കണമേ. Your angels are covering us, Daddy. Oh, Ribalaba Shandara Bashandare. Holy Spirit, hallelujah, Papa. Holy Spirit, you take control over this meeting. Alaba Shakara Basyandara Rabashandare. ആദ്യോടൊന്നും പരിശുദ്ധാത്മാവ് നിയന്ത്രിക്കണം. കടന്നു വരുവാനുള്ളവരെ പരിശുദ്ധാത്മാവ് വേഗം കൂട്ടി വരുത്തണമേ. ഹല്ലേലൂയ. ശക്തിയോടെ വചനം ഘോഷിപ്പാൻ അടിയങ്ങളെ നാവുകളെ ശക്തീകരിക്കണമേ, ബലപ്പെടുത്തണമേ. ഉദാര ശാന്തര washes with your precious blood. Oh, we are covering this Zoom and our devices in all our houses. Our ministries are the blood of Jesus. Alaba shakalaba rebe sendro sikara bikara bashandara rabashandare rikalaba shatra ശുശ്രൂഷയെ നീക്കുന്നവർ കർത്താവേ, രോഗാവസ്ഥയിലായിരിക്കുന്നവർ കടന്നു വരുന്നിട്ടുണ്ട്. അവരെല്ലാം സൗഖ്യമാക്കണമേ അപ്പ. ഹല്ലേലൂയ. അവരെല്ലാം ഭാരത്തോടെ ഈ ഡിവൈസിനുള്ളിൽ കിടക്കുന്നുവോ അപ്പച്ചാ, അവരെ സൗഖ്യമാക്കണേ അപ്പ. ഹലബശന്തരേ ഓരസികാരബശ്യാന്തരേ. കർത്താവേ, പരിഹാരമില്ലാതെ നൊന്ത് വേദനിച്ച് നടക്കുന്ന ചില വിഷയങ്ങളുമായി ചിലർ ഇന്ന് രാത്രി ഇതിനകത്ത് കടക്കുമല്ലോ. കർത്താവ് അവരെല്ലാം ഇന്ന് മുറിവുകളെ ഉണക്കി സന്തോഷത്തോടെ തൃപ്തിയോടെ പപ്പാ ഗായിക്കുന്നവരായ എന്റെ കർത്താവിനെ നദിയോട് സ്തുതിക്കുന്ന സ്തോത്രം ചെയ്യും. അടിയന്റെ കുടുംബത്തെ ശൂരേഖാമറിക്കുന്ന കർത്താവെ, ആദ്യോടൊന്നും പരിശുദ്ധാത്മാവ് നിയന്ത്രിക്കണം. കടന്നു വരുവാറുള്ളവർ വേഗം ജോയിൻ ചെയ്യുവാൻ സ്വർഗത്തിലെ കർത്താവ് സഹായിക്കണം. ഞങ്ങളുടെ പാട്ടും പ്രാർത്ഥനയും സ്തുതിയും വചനത്യാലും എല്ലാം യഹോവയ്ക്ക് വിശുദ്ധമായിരിക്കട്ടെ, യഹോവയ്ക്ക് പ്രസാദകരമായിരിക്കട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന കർത്താവേ, ഞങ്ങളെ താഴ്ത്തി സമർപ്പിക്കുന്നു. എന്റെ അപ്പച്ചന്റെ നാമം മാത്രം ഇവിടെ ഉയർത്തപ്പെട്ടാൽ മതി. എന്റെ അപ്പച്ചന്റെ ഹല്ലേലൂയ ഗ്ലോറി ഞങ്ങളുടെ നടുവിലുള്ളതിനാൽ ഡാഡി വി പ്രൈസ് യു ജീസസ്. ഹല്ലേലൂയ. ഞങ്ങളുടെ സകല പ്രാർത്ഥനയാചനെ പറ്റിക്കിട്ട കൃപയ്ക്കായി സ്തോത്രം. സാലോ ഞങ്ങൾക്ക് വേണ്ടി ജീവിച്ചു യേശുക്രിസ്തുവിന്റെ അതിപരിശുദ്ധ നാമത്തിൽ തന്നെ ആമേൻ, ആമേൻ. നമുക്കൊരു പാട്ട് പാടി കർത്താവിനെ സ്തുതിച്ച് ആരാധിക്കാമല്ലോ. ഹല്ലേലൂയ. കർത്താവ് നമ്മളെ വിളിച്ചിരിക്കുന്നത് ഒരു ശ്രേഷ്ഠ വിളിയാണെന്ന് നമുക്ക് ഓരോരുത്തർക്കും അറിയാം. ഊടാല ശഖര ബസ്യാന്തര. കർത്തന്റെ രക്തം തന്ന് വിലയ്ക്ക് വാങ്ങി സ്വന്തം മക്കളാക്കി. ഹല്ലേലൂയ. യേശുവിനെ ആദാമിൻ ഏദനിൽ വെച്ച് നഷ്ടപ്പെട്ട അതിനേക്കാളും ഒരു മഹത്വത്തിലേക്ക് നമ്മളെ കൊണ്ടുവരുവാൻ കർത്താവ് ആഗ്രഹിക്കുന്നു. ഹല്ലേലൂയ. യേശുവെ പോലെ ആകുവാൻ, യേശുവിന്റെ വാക്ക് കേൾക്കുവാൻ,
യേശുവെ നോക്കി ജീവിപ്പാൻ ഹല്ലേലൂയ കർത്താവ് നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്നു. നമുക്ക് ആലയിൽ അനുഗമിക്കാൻ ഒരുവനേ ഉള്ളൂ നമ്മുടെ ജീവിതത്തിൽ, അത് യേശുവാണ്. നമുക്ക് അനുകരിക്കാൻ ഒരാളേ ഉള്ളൂ, അതും കർത്താവായ യേശു ക്രിസ്തുവാൻ. നമുക്ക് അനുസരിക്കാൻ ഒരുവന്റെ ജീവമൊഴികൾ മാത്രമേ ഉള്ളൂ, അത് യേശു കർത്താവാൻ. നമുക്കൊരു പാട്ടുപാടി കർത്താവിനെ സ്തുതിക്കാലോ. ഹല്ലേലൂയ. യേശുവേ പോലെ ആകുവാൻ, യേശുവിൻ വാക്കു കേൾക്കുവാൻ, യേശുവേ പോലെ ജീവിപ്പാൻ ഇവയെ കാംക്ഷിക്കുന്ന ഞാൻ. യേശുവേ പോലെ ആകുവാൻ, യേശുവിൻ വാക്കു കേൾക്കുവാൻ, യേശുവെ നോക്കി ജീവിപ്പാൻ ഇവയെ കാംക്ഷിക്കുന്ന ഞാൻ. ഉറപ്പിക്കണേ നാഥാ, നിറയ്ക്കണേ ശുദ്ധാത്മാ, ക്രിസ്തൻ മഹത്വത്താലെ ഞാൻ മുറ്റും നിറഞ്ഞു ശോഭിപ്പാൻ. പ്രാർത്ഥനയാലെ എപ്പോഴും ഞാൻ ജാഗരിച്ചു പോരാടുവാൻ, നിന്നെ സഹായം നൽകുകേ എന്നെ മഹാപുരോഹിതാ. വാഗ്ദത്തം നിക്ഷേപം ഞാൻ ആകെയൻ സ്വന്തമാക്കുവാൻ, പൂർണ്ണ പ്രകാശം രക്ഷകാ, പൂർണ്ണ വിശ്വാസത്തെയും താ. വിരുദ്ധത്താൽ നീകരും തീരെ പിന്മാറി ഖേദിക്കും, തീരനാകും യേശുവേ വീരനും സാക്ഷി ആക്കുകേ. വാങ്ങുകയല്ലോ തമം താങ്ങുകയേറിശുദ്ധമാ, ഇന്നു നിന്നോട് കൂടെ ഞാൻ എണ്ണുവാൻ ഞാനും നൽകുകേ. തേടുവാൻ നഷ്ടമായതും നേടുവാൻ ഭ്രഷ്ടമായതും കണ്ണുനീർ വാർക്കും സ്നേഹം താ, വന്നു നിന്നഗ്നി കത്തിക്കാം. ഹല്ലേലൂയ, സ്തോത്രം. നമുക്ക് വേഗം വചനത്തിലേക്ക് കിടക്കാം. ഹല്ലേലൂയ. നമ്മളിന്ന് എബ്രായ ലേഖനം 4:12 നമ്മൾ ധ്യാനിക്കാൻ പോകുന്നത്. കുറച്ച് സമയം നമ്മൾ അതിലുള്ളൂ. അത് കഴിഞ്ഞ് കർത്താവദാസൻ നമ്മുടെ നടുവിലുണ്ട്. കർത്താവദാസൻ നമ്മുടെ നടുവിൽ ശുശ്രൂഷിക്കുന്നതായിരിക്കും. നമുക്കറിയാം, ദൈവത്തിൻ്റെ വചനം അത് ജീവനും ചൈതന്യമുള്ളതായി ഇരുവായ് തലയുള്ള ഏത് വാളിനേക്കാളും മൂർച്ചയേറിയതും പ്രാണനെയും ആത്മാവിനെയും സന്ധി മഞ്ഞകളെയും വേർപിടിപ്പിക്കും വരെ തുളച്ചു ചെല്ലുന്നതും ഹൃദയത്തിലെ ചിന്തനങ്ങളെയും ഭാവങ്ങളെയും വീക്ഷിക്കുന്നതുമാകുന്നു. ഹല്ലേലൂയ. അവന് മറഞ്ഞിരിക്കുന്ന ഒരു സൃഷ്ടിയുമില്ല. എൻ്റെ കർത്താവിൻ്റെ കണ്ണിന് നഗ്നവും മലർന്നുമായി എല്ലാം കിടക്കുകയാണ്. ഹല്ലേലൂയ. അതുകൊണ്ട് എബ്രായ ലേഖനം 4:12-13 ഒക്കെ നമ്മളോട് പറയുന്നത് എന്നാ? നമ്മൾ അവനിൽ ജാഗരിക്കുക. ഹല്ലേലൂയ. നമുക്ക് അവനുമായിട്ടാണ് കാര്യമുള്ളത്. ഹല്ലേലൂയ. നമ്മളൊരു വൃക്ഷം ഒരു പുരയിടത്തിൽ നിൽക്കുവാണെങ്കിൽ നമുക്കറിയാം അതിൻ്റെ വേര് എത്രത്തോളം അത്
പടർന്നിട്ടുണ്ടെന്ന്. ഹല്ലേലൂയ. എത്രത്തോളം ആഴങ്ങളിലേക്ക് അത് ഇറങ്ങി ചെല്ലാറുണ്ടെന്ന് നമുക്കറിയാം. ഹല്ലേലൂയ. പലപ്പോഴും നമുക്കറിയാം ഈ വേരുകളൊക്കെ നമ്മുടെ അപ്പുറത്തെ പറമ്പിലേക്കും അത് പടർന്നു പോകാറുണ്ട്. എന്നാൽ അതുപോലെയാണ് ഈ വചനം. മൂർച്ചയേറിയ വാളിന്റെ പ്രയോഗം നമ്മുടെ പ്രാണനെ, ഹൃദയത്തെയും ആത്മാവിനെയും സദ്യമഞ്ജകളെയും ശരീരത്തെയും വേർപിടിപ്പിക്കും വരെ തുളച്ചു ചെല്ലുന്നതിന്റെ ആ വചനത്തിന്റെ ശക്തിയാണ്. പലപ്പോഴും നമ്മൾ വിചാരിക്കും എത്രയോ ശുശ്രൂഷകളിൽ വചനം പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ വിടുതൽ നടക്കും, രോഗസൗഖ്യം നടക്കും. ഹല്ലേലൂയ. എന്തുകൊണ്ടാണ് ദൈവമക്കളെ? പ്രസംഗിക്കുന്ന ആളിന്റെ ഗുണമാണോ? ആണ്. ഒരു എക്സ്റ്റെന്റ് വരെ നമുക്കത് പറയാം. കാര്യം പരിശുദ്ധാത്മാവിന്റെ ശക്തിയിൽ ഈ വചനത്തിന് അത്രയും ശക്തിയുണ്ട്. ഈ വചന ശക്തിയോടെ അവിടെ ഘോഷിക്കപ്പെടുമ്പോൾ നമ്മൾ പോലും അറിയാതെ ആ രോഗത്തിന്റെ വേരോടെ പരിശുദ്ധാത്മാവ് എടുത്തു കളയുകയാണ്. അത്രമാത്രം ശക്തി വചനത്തിനുണ്ട്. എത്രയോ പേരുടെ സാക്ഷ്യം ഞാൻ നേരിട്ട് കേട്ടിട്ടുണ്ട്. സർജറി പറഞ്ഞതാണ്, ഡോക്ടേഴ്സ് പറഞ്ഞു ഒരു രക്ഷയില്ല, നിങ്ങൾ വീട്ടിൽ കൊണ്ടുവെക്കോ, സർജറി ചെയ്താലും ചെയ്തില്ലെങ്കിലും ഒരു വിടുതൽ ഉണ്ടാവുമെന്ന് തോന്നുന്നില്ല എന്ന് പറഞ്ഞ എത്രയോ കേസുകള് കർത്താവിന്റെ വചനം, പരിശുദ്ധാത്മാവിന്റെ ശക്തി ഇറങ്ങിയിട്ട് പൂർണ്ണ സൗഖ്യം പ്രാപിച്ച് വീൽ ചെയറിൽ നിന്നും നടക്കാൻ വയ്യാതെ ബെഡ്രിഡനായ എത്രയോ രോഗികൾ സൗഖ്യം പ്രാപിച്ച് പുറത്തു വരുന്നത് നമ്മൾ എന്നും കാണുന്നതാണ്. എത്രയോ ശുശ്രൂഷകളിൽ ഞാൻ ഈ പറയുന്നത് പരിശുദ്ധാത്മാവിനാൽ അധികമായി വചനം ഘോഷിക്കുന്ന സഭകളിൽ, ശുശ്രൂഷകളിൽ നമുക്കിത് കാണുവാൻ കഴിയും. ഹല്ലേലൂയ. റീകാൽ അബശന്തരെ. എന്തിനു പറയുന്നു? എൻ്റെ അനുഭവം തന്നെ ഞാൻ പറയാം. ചില വിഷയങ്ങൾ ഞാൻ വളരെയധികം മാനസികമായി തളർന്നിരുന്ന അവസ്ഥകളിൽ, ഹല്ലേലൂയ, വളരെ ലോൺലെസ് തോന്നിരുന്ന സമയങ്ങളിൽ ഞാൻ കുറേ മെഡിസിൻസ് എടുക്കേണ്ടി വന്നു. പക്ഷെ എന്നോട് ഒരു ദേവദാസി പറഞ്ഞത് ഇതാണ്: സിസ്റ്ററെ, കിട്ടുന്ന സമയം മുഴുവൻ വചനം വായിക്കുക. വചനം അതിൻ്റെ ഹല്ലേലൂയ അത്ഭുത ശക്തി വ്യാപരിച്ച് അതിന് വലിയ വിടുതലും മാറ്റവും വരും എന്ന് പറഞ്ഞു. തീർച്ചയായും ശരിയാണ്. വല്ലപ്പോഴും 1-2 അധ്യായം വായിക്കുന്നത് ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് വായിക്കാൻ തുടങ്ങി. പരിശുദ്ധാത്മാവ് എന്നെ സഹായിച്ചു. ആത്മാവ് നമ്മളെ പ്രേരിപ്പിക്കാൻ നമുക്കൊന്നും ചെയ്യാൻ കഴിയത്തില്ല ദൈവമക്കളെ. ഞാൻ എൻ്റെ അനുഭവത്തിൽ നിന്ന് പറയുവാണ്. ആത്മാവിൻ്റെ, അതാണ് കർത്താവ് പറഞ്ഞത്, ദാഹിക്കുന്നവരേവരും എൻ്റെ അടുക്കൽ വരും, ഞാൻ നിങ്ങളെ നിറയ്ക്കാം. എന്നിൽ വിശ്വസിക്കുന്നതിൻ്റെ ഉള്ളിൽ നിന്ന് ജീവജലത്തിന്റെ നദികൾ ഒഴുകും. ഹല്ലേലൂയ. കർത്താവിൽ നമ്മൾ വിശ്വസിക്കുകയും കർത്താവിൽ നമ്മൾ ആശ്രയിക്കുകയും കർത്താവിനോടുള്ളൊരു വലിയ ദാഹം നമ്മളിൽ ഉണ്ടെങ്കിൽ നമ്മൾ വചനം വായിക്കും. ഹല്ലേലൂയ. ഞാൻ വചനം വായിക്കാൻ തുടങ്ങി. ഹല്ലേലൂയ. കിട്ടുന്ന സമയമെല്ലാം മാക്സിമം ഞാൻ ഇപ്പം മാർക്കോസ് ആണെങ്കിൽ മാർക്കോസ് ഫുൾ ചാപ്റ്റേഴ്സ്, മാത്യു ആണെങ്കിൽ മാത്യു ഫുൾ ചാപ്റ്റേഴ്സ്. സത്യം പറയാമല്ലോ, വളരെ ചേഞ്ചസ് എനിക്കുണ്ടായി. ഹല്ലേലൂയ. ഞാനിന്ന് മെയിനായിട്ട് ഫിസിക്കൽ ഹീലിങ്ങിൻ്റെ കാര്യമല്ല ഞാൻ ഈ പറയണേ. ഇന്റേണൽ ഹീലിംഗ്. ഇന്റേണൽ ഹീലിംഗ് എത്രയാണേലും ദൈവത്തിൻ്റെ വചനത്തിനും പരിശുദ്ധാത്മാവിനും മാത്രമേ നമ്മളെ അതിൽ നിന്ന് പുറത്തു കൊണ്ടുവരാൻ കഴിയത്തുള്ളൂ. എത്രയേറ്റ മുറിവുകളും പലപ്പോഴും പലരുടെ വാക്കുകൾ നമ്മളെ മുറിവേൽപ്പിച്ചിട്ടുണ്ട്. ഉടാലക ശബ്ദരെ റിക്കോ റബസ്യ, പലരുടെ പ്രവൃത്തികൾ നമ്മളെ മുറിവേൽപ്പിച്ചേക്കാം. പക്ഷേ വചനധ്യാനത്തിലൂടെ നമുക്ക് ആ ഇന്റേണൽ ഹീലിംഗ് നമുക്ക് ലഭിച്ച് നമ്മൾ അതിൽ നിന്ന് പുറത്തു വരും. അത്രയ്ക്ക് ശക്തി വചനത്തിനുണ്ട്. ഹല്ലേലൂയ. അതുകൊണ്ട് വചനമാകുന്ന വെള്ളത്താൽ നമുക്ക് ഭയങ്കര വിശുദ്ധീകരണം ലഭിക്കും. പലപ്പോഴും മാനസികമായി തകർന്നിരിക്കുന്ന അവസ്ഥകളിൽ നമ്മുടെ മനസ്സ് മുറിവേറ്റും വ്യാകുല ചിന്തകളാൽ അലട്ടി നമ്മൾ അസ്വസ്ഥപ്പെട്ടിരിക്കുമ്പോൾ ഈ വചനം നമ്മളെ ശുദ്ധീകരിക്കും. ഹല്ലേലൂയ. ലേഖനം 10:22 പറയുന്നു, ശുദ്ധ വെള്ളത്താൽ കഴുകപ്പെട്ടവരായി പരമാർത്ഥ ഹൃദയത്തോടെ അടുത്ത് ചെല്ലുക എന്ന്. ഹല്ലേലൂയ. അതാണ് കർത്താവിന്റെ അരികിലേക്ക് നമ്മൾ വരിക. വചനമാകുന്ന വെള്ളം, ഇവിടെ വചനത്തെ വെള്ളത്തോടാണ് താരതമ്യപ്പെടുത്തിയിരിക്കുന്നത്. വചനം വായിക്കും തോറും നമ്മളിൽ ഒരു വലിയ കഴുകൽ നടക്കും. ഹല്ലേലൂയ.
സമാഗമന കൂടാരത്തിൽ നമുക്കറിയാം, ശുശ്രൂഷയ്ക്ക് പ്രവേശിക്കുന്ന പുരോഹിതന്മാർ എല്ലാ ദിവസവും ആദ്യം ചെല്ലേണ്ടത് എന്താ പറയാ, താമ്രത്തൊട്ടിയുടെ മുമ്പിലായിരുന്നു അല്ലെ. മിനുക്കിയ താമ്രത്തൊട്ടി, പാറയിൽ നിന്നുള്ള ശുദ്ധമായ ജലം അതിൽ നിറയ്ക്കണം. അതിന്റെ മുമ്പിൽ നിന്നുകൊണ്ട് അതിലേക്ക് നോക്കുന്ന ഒരുവന് ആ നിലക്കണ്ണടിയിൽ നോക്കുന്നതിനേക്കാൾ വ്യക്തമായി തന്നെ കാണാൻ കഴിയുമായിരുന്നു. നമ്മൾ പലപ്പോഴും വിചാരിക്കുക നമ്മുടെ വസ്ത്രത്തിന്റെ വെളുപ്പോ നമ്മുടെ പുറമേയുള്ള പ്രവൃത്തികളുടെ വിശുദ്ധിയോ ഒക്കെയാണ് നമ്മൾ നോക്കണേ. ഹല്ലേലൂയ. പക്ഷെ ഇവിടെ അവര് നോക്കുമ്പോ മുഖത്തോ വസ്ത്രത്തിലോ എന്തെങ്കിലും അഴുക്കുണ്ടെങ്കിൽ അവര് നമ്മള് വചനമാകുന്ന കണ്ണാടിയിൽ നോക്കുന്നതിന് സമമാണ്. ഇവർ മുഖത്തോ വസ്ത്രത്തിലോ അവരാ ശുശ്രൂഷ ചെയ്യാനകത്തേക്ക് കടക്കുന്നതിന് മുന്നേ താമ്രത്തൊട്ടിയിൽ നിറച്ചിരിക്കുന്ന വെള്ളത്തിലേക്ക് നോക്കും, എവിടെയെങ്കിലും അഴുക്കോ ചെളിയോ ഉണ്ടോ എന്ന്. ഹല്ലേലൂയ. എല്ലാ ദിവസവും രാവിലെ അതുകൊണ്ട് നമ്മൾ വചനമാകുന്ന താമ്രത്തൊട്ടിയുടെ മുമ്പിൽ ദൈവമക്കൾ ഇരുന്നാൽ, ഹല്ലേലൂയ, നമ്മുടെ ജീവിതത്തിലെ എല്ലാ പോരായ്മകളും ഹല്ലേലൂയ വചനം ചൂണ്ടിക്കാണിക്കുകയും നമുക്ക് ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കുകയും നമുക്ക് ശുദ്ധീകരണം പ്രാപിക്കുവാനും കഴിയും. ഹല്ലേലൂയ. യേശു പറഞ്ഞു, കർത്താവ് പറഞ്ഞ ഒരു കാര്യമുണ്ട്, ഞാൻ നിങ്ങളോട് സംസാരിച്ച വചന നിമിത്തം ഇപ്പോൾ നിങ്ങൾ ശുദ്ധിയുള്ളവരായി തീർന്നു. വചനം ഹൃദയത്തിലെ അശുദ്ധികൾ കഴുകിക്കളയുന്നു. എന്താ പറയാ, നമ്മുടെ ഹൃദയത്തെ വിശുദ്ധമാക്കുന്നു. അതുപോലെ നമുക്ക് യാക്കോബിന്റെ 1:22 പറയുന്നു, അല്ല അത് വരുന്നതിന് മുന്നേ വേറൊരു കാര്യമുണ്ട്, വചനം നമുക്ക് പാപബോധം വരുത്തുന്നു അല്ലെ. പാപബോധം വരുത്തുമ്പോഴല്ലേ നമുക്ക് വിശുദ്ധീകരണത്തിന്റെ ആവശ്യം. ഹല്ലേലൂയ. പലർക്കും ചില കാര്യങ്ങൾ പറയുമ്പോഴോ വചനം കേൾക്കുമ്പോഴോ അവര് പറയും, ഇതൊന്നും എനിക്കുള്ള വചനമല്ല, ഞാൻ ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല, ഞാൻ ഭയങ്കര വിശുദ്ധനാണ്, വിശുദ്ധയാണ്. നമ്മളെ തന്നെ വചനം വായിക്കുമ്പോൾ നമുക്കറിയാം നമുക്ക് എന്തോരം കുറവുകളാണ് ഉള്ളതെന്ന്. അവിടെ നമ്മൾ ഏറ്റുപറഞ്ഞ് കർത്താവിന്റെ കർത്താവ് 2 കൈ നീട്ടി നമ്മളെ സ്വീകരിക്കാൻ എപ്പോഴും തയ്യാറായി നിൽക്കണ ഒരു അപ്പച്ചനാണ് നമുക്കുള്ളത്. ഹല്ലേലൂയ. ആ തമ്പുരാന്റെ പൊന്നു മുഖത്തേക്ക് നമ്മൾ നോക്കിയാൽ, ഹല്ലേലൂയ, എത്ര സ്നേഹവാനായ കർത്താവാണ്. നമ്മുടെ എല്ലാ കുറവുകളും നമ്മളെ കർത്താവിനോട് പറഞ്ഞാൽ മതി, ലോകത്ത് വേറെ ആരോടും നമ്മൾ ഷെയർ ചെയ്യണ്ട. ഉടാലക ശന്തരെ റിക്കോ റബസ്യാന്തരാരവ ശന്തരെ പാപബോധം നമ്മളിൽ ഉളവാകുകയും നമ്മൾ കർത്താവിനോട് പറയും, കർത്താവേ, എനിക്ക് എൻ്റെ അറിവില്ലായ്മയോ അറിഞ്ഞോ ഉണ്ടോ ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്തു പോയി, എന്നോട് ക്ഷമിക്കണേ എന്ന് പറഞ്ഞാൽ 2 കൈ നീട്ടി നമ്മളെ സ്നേഹിക്കുകയും തലോടുകയും നെഞ്ചോട് ചേർക്കുന്ന ഒരു കർത്താവിനെ അത്രയും നമ്മൾ സേവിക്കുന്നത്. ഹല്ലേലൂയ. ആരും ഭയത്തോടോ പ്രയാസത്തോടോ കടന്നു വരണ്ട കർത്താവിൻ്റെ അടുക്കൽ. ഇത്രയും സ്നേഹിക്കുന്ന എൻ്റെ കർത്താവിൻ്റെ അടുക്കൽ നിങ്ങളുടെ ഏത് കുറവുകളും ഏറ്റുപറഞ്ഞാൽ സ്വീകരിക്കുന്ന ഒരു കർത്താവാണ് നമ്മുടെ നടുവിലുള്ളത്. ഹല്ലേലൂയ. യാക്കോബിന്റെ 1:22 പറയുന്നു, അതുകൊണ്ട് നിങ്ങൾ വചനം കേൾക്കുക മാത്രം ചെയ്തുകൊണ്ട് തങ്ങളെ തന്നെ ചതിക്കാതെ, ഹല്ലേലൂയ, അതിനെ ചെയ്യുന്നവരായും ഇരിപ്പിൻ. ഹല്ലേലൂയ. ഇനി അടുത്തത് നമുക്കൊരു വിശുദ്ധീകരണം ലഭിക്കുന്നത് പരിശുദ്ധാത്മാവാകുന്ന അഗ്നിയാലുള്ള വിശുദ്ധീകരണം. ഹല്ലേലൂയ. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത്, ഹല്ലേലൂയ, ആത്മാവിനാലുള്ള പ്രാർത്ഥന അത്രേ സ്വർഗം സ്വീകരിക്കുന്നത്. ഉദാരക ശന്തരെ റിക്കോ റബസ്യ. കാരണം ദൈവം ആത്മാവാകുന്നു. ആത്മാവിൽ ജനിച്ച് നമ്മളെല്ലാവരും we are all spiritual beings, so we should worship in spirit and truth. ദാല ശാന്തര റിക്കോ റബസ്യ. മത്തായി 3:11 പറയുന്നു, യേശുവിനെ കുറിച്ച് യോഹന്നാൻ പറഞ്ഞു, അവൻ നിങ്ങളെ പരിശുദ്ധാത്മാവിലും തീയിലും സ്നാനപ്പെടുത്തും. പരിശുദ്ധാത്മാവാകുന്ന തീ കൊണ്ട് സ്നാനപ്പെടുത്തുന്നത് ശുദ്ധീകരണമാണ്. ഹല്ലേലൂയ. നമ്മൾ കണ്ടിട്ടില്ലേ, ഈ വീടൊക്കെ ക്ലീൻ ചെയ്തിട്ട്, പറമ്പൊക്കെ ക്ലീൻ ചെയ്ത് എല്ലാം കൂടെ കൂട്ടിയിട്ടിട്ട് തീ കത്തിക്കും അല്ലേ. ഹല്ലേലൂയ. അതുപോലെ പരിശുദ്ധാത്മാവ് നമ്മൾ രക്ഷിക്കപ്പെട്ടപ്പോൾ നമ്മുടെ ഉള്ളിൽ വന്നു. ആ പരിശുദ്ധാത്മാവാകുന്ന തീ നമ്മുടെ ഉള്ളിൽ ആളിക്കത്തുമ്പോൾ നമ്മുടെ ഫ്ലഷിന്റെ എല്ലാ അഴുക്കുകളും കത്തിപ്പോകും. ഉടാലക ശന്തരെ റിക്കോ റബസ്യ. യേശുവിന്റെ മേൽ
പരിശുദ്ധാത്മാവ് പ്രാവെന്ന പോലെ ഇറങ്ങിച്ചെന്നു. യേശുവിന്റെ മേൽ എന്തെങ്കിലും അശുദ്ധി ഉണ്ടായിരുന്നോ? ഇല്ല. യേശുവിൽ യാതൊരു അശുദ്ധി ഇല്ലാത്തതിനാൽ ദഹിപ്പിക്കുന്ന തീയായി ഇറങ്ങേണ്ട ആവശ്യമില്ലായിരുന്നു. എന്നാൽ പെന്തക്കോസ് പെരുന്നാൾ ദിവസം ഹല്ലേലൂയ കർത്താവ് പറഞ്ഞു, നിങ്ങള് പെന്തക്കോസ് നാള് വരെ നിങ്ങൾ അവിടെ എനിക്ക് പരിശുദ്ധാത്മാവിനായിട്ട് നിങ്ങൾ കാത്തിരിക്കണം. 120 പേർ അങ്ങനെ മാളിക മുറിയിൽ പരിശുദ്ധാത്മാവിന്റെ ഹല്ലേലൂയ പരിശുദ്ധാത്മാവിന് വേണ്ടി അവർ കാത്തിരുന്നു. അവിടെ പരിശുദ്ധാത്മാവ്, നമ്മൾ അപ്പോസ്തല പ്രവൃത്തി 2-ാം അധ്യായം നമ്മൾ വായിക്കുമ്പോൾ അവിടെ നമുക്ക് കാണാം, അഗ്നിജ്വാല പോലെ പിളർന്നിരിക്കുന്ന നാവുകളായി പ്രത്യക്ഷപ്പെട്ട ഓരോരുത്തരുടെ മേൽ പതിഞ്ഞു. കാരണം അവർക്ക് അഗ്നിസ്നാനത്തിന്റെ അനുഭവം ആവശ്യമായിരുന്നു. രക്ഷിക്കപ്പെട്ട ഓരോ ദൈവ പൈതലിനും സ്നാനപ്പെട്ട് കഴിഞ്ഞാൽ നമുക്കപ്പോ പരിശുദ്ധാത്മാവ് ലഭിക്കും. പക്ഷേ പരിശുദ്ധാത്മാവിന്റെ സ്നാനം എല്ലാവർക്കും ആവശ്യമാണ്. ഒരു ശിഷ്യനാണെങ്കിൽ ദൈവത്തിന് നമ്മളെല്ലാവരും ശിഷ്യന്മാരാണോ എന്നാണ് കർത്താവിന്റെ ആഗ്രഹം. അങ്ങനെയാണെങ്കിൽ പരിശുദ്ധാത്മാവിന്റെ അഗ്നിയാലുള്ള അഭിഷേകം നമുക്ക് ആവശ്യമാണ്. ഹല്ലേലൂയ. അന്യഭാഷയിൽ അവർ ദൈവത്തെ സ്തുതിച്ചു. നമ്മുടെ നാവ് തീയായി മാറണം. ഹല്ലേലൂയ. ആത്മാവിനാൽ അങ്ങനെയാണ് നമ്മൾ ഓരോ ദിവസവും നമ്മുടെ ജഡത്തെ ജയിക്കുന്നത്. നമ്മുടെ സെൽഫിനെ ജയിച്ചാൽ മാത്രമേ ദൈവമക്കളെ നമുക്ക് മുന്നോട്ട് യാത്ര ചെയ്യാൻ കഴിയത്തുള്ളൂ. ഹല്ലേലൂയ. യേശു കർത്താവ് ഈ ഭൂമിയിലായിരുന്നപ്പോൾ ഹല്ലേലൂയ തന്റെ സ്വന്തം കാര്യത്തെ കുറിച്ച് നെവർ എവർ ചിന്തിച്ചില്ല. ഹല്ലേലൂയ. പിതാവിന്റെ ഹിതം, പിതാവിന്റെ ഇഷ്ടം അവസാനത്തോളം നിറവേറ്റി പിതാവിനെ അനുസരിച്ച യേശു കർത്താവ്, അതാണ് നമ്മുടെ ഹല്ലേലൂയ മോഡൽ. ആ കർത്താവിനെ എത്രേ നമ്മൾ അനുഗമിക്കുന്നത്. ഹല്ലേലൂയ. നമ്മുടെ ഉന്നത പാപം നഗളം നമുക്കറിയാലോ. നമ്മുടേതായ കുറെ സ്വഭാവങ്ങൾ നമുക്കുണ്ട്. ഹല്ലേലൂയ. ഞാൻ വലിയ വിശുദ്ധനാണ്. യെസ്, നമ്മൾ വിശുദ്ധരാണ്. ഹല്ലേലൂയ. ബട്ട് ഹല്ലേലൂയ മറ്റുള്ളവരെ താങ്ങുക, മറ്റുള്ളവരെ സ്നേഹിക്കുക, യേശു കർത്താവ് സ്നേഹിച്ചതുപോലെ സ്നേഹിക്കാൻ നമുക്ക് ഓരോരുത്തർക്കും കഴിയട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. എന്നെ ഉൾപ്പെട്ടായി പറയണേ. ഹല്ലേലൂയ. കർത്താവിന്റെ കണ്ണുകളിലേക്കിടെ കർത്താവ് നോക്കുമ്പം ഹല്ലേലൂയ എല്ലാവരെയും എന്റെ കർത്താവ് ഒരുപോലെ സ്നേഹിക്കുന്നേ. ഹല്ലേലൂയ. ആ യെശയ്യാപ്രവചനം നമ്മൾ പഠിക്കുമ്പോൾ നമുക്കവിടെ കാണാം, യാഗപീഠത്തിൽ നിന്ന് യെശയ്യാവ് ഇസ്രായേൽ ജനത്തെ കുറിച്ച് ഒരുപാട് പ്രവചിച്ചു അല്ലേ. അവർ അങ്ങനെ ചെയ്യുന്നു, ഇങ്ങനെ ചെയ്യുന്നു, എല്ലാം കഴിഞ്ഞു ലാസ്റ്റ് യെശയ്യാവിന് മനസ്സിലായി ഞാൻ എത്രയോ അശുദ്ധനാണ്. ഹല്ലേലൂയ. യാഗപീഠത്തിലെ കനൽ ഹല്ലേലൂയ യെശയ്യാവിന്റെ അതരത്തിൽ തൊട്ടപ്പോൾ ആ നാവ് ഹല്ലേലൂയ വിശുദ്ധമായി തീർന്നു. ഹല്ലേലൂയ. അതുപോലെ ഇന്ന് രാത്രി നമ്മുടെ ഒക്കെ നാവുകൾ തീ കത്തട്ടെ. ഹല്ലേലൂയ. ആ തീ പടർന്നു പിടിക്കട്ടെ. ഹല്ലേലൂയ. അനേകരിലേക്ക് അത് പടർന്നു പിടിക്കുവാൻ സ്വർഗം സഹായിക്കട്ടെ. ഇന്ന് രാത്രി പരിശുദ്ധാത്മാവിന്റെ അഗ്നി നമ്മുടെ നടുവിലുണ്ട്. ഹല്ലേലൂയ. എത്ര പേർ അത് അനുഭവിക്കുന്നു? ഹല്ലേലൂയ. അഗ്നി ഹൃദയത്തെ സ്പർശിച്ചാൽ അശുദ്ധി ദഹിക്കപ്പെടും. സാധാരണ അഗ്നി നാവിൽ തൊട്ട് നാവ് ദഹിച്ചു പോകും. എന്നാൽ സ്വർഗത്തിലെ അഗ്നി നാവിനെ ദഹിപ്പിച്ച് വിശുദ്ധീകരിക്കും. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവ് അഗ്നി ഹല്ലേലൂയ വിശുദ്ധീകരിക്കത്തേ ഉള്ളൂ. ഹല്ലേലൂയ. നമുക്കറിയാം ഉൾപ്പെടപ്പിലെ മോശയ്ക്ക് മുന്നേ ഹല്ലേലൂയ ആ മുൾപ്പെടപ്പ് കരിഞ്ഞു പോയില്ല. ഹല്ലേലൂയ. മോശയോട് പറഞ്ഞു, മോശേ ഇതിനടുത്തേക്ക് നീ വരരുത്, നീ കാലിലെ ചെരുപ്പ് ഊരിക്കളയുക. കുദാരക ശന്തര. അതുപോലെ മൂന്നാമത്തെ കാര്യം എട്ടരയായി. ഞാൻ അതൊരു വാക്ക് കൂടി പറഞ്ഞ് ഞാൻ കർത്താവിന്റെ ദാസിലേക്ക് കൊടുക്കാം. പരിശുദ്ധാത്മാവാകുന്ന ആശ്വാസപ്രദനാലുള്ള വിശുദ്ധീകരണം. ഹല്ലേലൂയ. നമുക്കറിയാം നമ്മളൊക്കെ ജീവിതത്തിൽ പല പ്രശ്നങ്ങളും പ്രതികൂലങ്ങളും ചിന്തകളും ഒക്കെ ആയിട്ട് ഇങ്ങനെ ഇരിക്കുമ്പോൾ നമ്മളെ തോളിൽ വന്ന് തട്ടിയ അനുഭവങ്ങൾ നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ ഉണ്ടാവും. ആശ്വാസപ്രദനായി നമ്മളെ തോളിൽ തട്ടി ഹല്ലേലൂയ നമ്മളെ ആശ്വസിപ്പിക്കുന്ന പരിശുദ്ധാത്മാവ്
ഹാലേലൂയ. നമ്മുടെ ഹൃദയത്തെ സങ്കീർത്തനം 57:6 മുതൽ 7 വരെ നമ്മൾ വായിച്ചാൽ അവിടെ ഇങ്ങനെ എഴുതിയിരിക്കുന്നു, എൻ്റെ മനസ്സ് ഇടിഞ്ഞിരിക്കുന്നു, എന്നാൽ അതേ നാവ് കൊണ്ട് അധികം താമസിയാതെ പറഞ്ഞു, എൻ്റെ മനസ്സ് ഉറച്ചിരിക്കുന്നു. ദൈവമേ, എൻ്റെ മനസ്സ് ഉറച്ചിരിക്കുന്നു. ഞാൻ പാടുന്നു, ഞാൻ കീർത്തനം ചെയ്യും, ഞാൻ പാടും. ഹാലേലൂയ. ഇങ്ങനെ പറയുവാൻ സങ്കീർത്തനക്കാരനെ പരിശുദ്ധാത്മാവാണ് സഹായിച്ചത്. ഹാലേലൂയ. ദൈവമക്കൾക്ക് കഷ്ടങ്ങളും പ്രയാസങ്ങളും ഉണ്ട്, പക്ഷെ ആശ്വസിപ്പിക്കുവാൻ സ്വർഗത്തിലെ കർത്താവ് നമുക്ക് പരിശുദ്ധാത്മാവിനെ തന്നിട്ടുണ്ട്. അതുകൊണ്ട് ധൈര്യമായി ഇന്ന് രാത്രി പരിശുദ്ധാത്മാവിന്റെ കരങ്ങളിൽ നമ്മളെ ഓരോരുത്തരെ ഏൽപ്പിക്കാം. ആ അഗ്നി അഭിഷേകത്താൽ വീണ്ടും വീണ്ടും നിറയുവാനുള്ളൊരു ദാഹം നമ്മൾ ഓരോരുത്തരിലും ഉണ്ടാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. കടന്നു വന്നവരെ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ വീണ്ടും സ്വാഗതം ചെയ്യുന്നു. കർത്താവിന്റെ ദാസൻ മാക്സ്വൽ പാസ്റ്റർ നമ്മുടെ നടുവിലുണ്ട്. ശക്തമേറിയ ശുശ്രൂഷ ചെയ്യുന്ന ഒരു ദേവദാസനാണ്. കർത്താവിന്റെ വലിയ കൃപയാണ് നമ്മുടെ നടുവിൽ കർത്താവിന്റെ ദാസനെ നമ്മുടെ നടുവിൽ കർത്താവ് അയച്ചത്. ഹല്ലേലൂയ. So Maxwell Pastor, we are welcoming Pastor to this Google Meet. May God bless you.